ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന് തുടക്കമായി. പ്രദർശനമേള, കലാവിരുന്ന്, ഭക്ഷ്യമേള, പാചക മത്സരം, സംവാദ സദസ്സുകൾ തുടങ്ങി വിപുലമായ പരിപാടികളാണ് കാർഷികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കാർഷികോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന്റെ മണ്ഡലമായ കളമശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന കാർഷികോത്സവത്തിന്റെ 2ാം പതിപ്പിനാണ് തുടക്കമായത്. കളമശ്ശേരി ചാക്കോളാസ് പവലിയനിൽ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലൊരുക്കിയ കാർഷികോത്സവ നഗരിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലി എത്തുന്നതിന് മുൻപ് തന്നെ സർക്കാരിന് ഓണസമ്മാനം നൽകാൻ സാധിച്ചുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇത്തവണ മഹാബലി കേരളത്തിൽ എത്തുന്നതിന് മുമ്പേ 64 ലക്ഷം 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യരുടെ കയ്യിലേക്ക് 2 മാസത്തെ തുകയായ 3200 രൂപ എത്തും എന്ന് വളരെ അഭിമാനത്തോടെ ഈ കൃഷിക്ക് മുമ്പായി, ഈ ഓണത്തിന് മുമ്പായി ചേരുന്ന കാർഷികോത്സവത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എല്ലാവരും ജൈവ പച്ചക്കറിക്ക് വേണ്ടി ഓടുന്ന ഇക്കാലത്ത് സ്വന്തമായി വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കാൻ ശ്രമിക്കണമെന്ന് കാർഷിക പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗായിക KS ചിത്ര പറഞ്ഞു. ഒപ്പം ഓണം കൃഷിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചപ്പോൾ സദസ്സിൽ നിന്നും കയ്യടികൾ ഉയർന്നു. നാട് കൃഷി ഏറ്റെടുത്തു കഴിഞ്ഞതായും തരിശായി കിടന്ന 1300 ഏക്കറിൽ കൃഷി ഇറക്കാനായി എന്നും ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി പി രാജീവ് പറഞ്ഞു. കളമശ്ശേരി എന്ന് പറയുമ്പോൾ ഒരു വ്യവസായ മണ്ഡലമായിട്ടാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നതെങ്കിലും ഇവിടെ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. നഗരത്തിലും ഇപ്പോൾ നമുക്ക് കൃഷി എത്തിയിരിക്കുന്നു. ചടങ്ങിൽ പത്മശ്രീ ചെറുവയൽ രാമൻ, ഹൈബിയുടെ MP തുടങ്ങിയവരും പങ്കെടുത്തു. വ്യവസായ രംഗത്ത് കേരളത്തെ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തിച്ചതിനുള്ള ആദരമായി മന്ത്രി കെ രാജൻ മന്ത്രി പി രാജീവിനെ ഷാൾ അണിയിച്ചു. 132 സ്റ്റാളുകളാണ് കാർഷികോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.